ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാനൊരു ടോപ്പിക്ക് സംസാരിക്കാൻ വിചാരിച്ചു വന്നതാണ്. നമ്മൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിനെ പറ്റി കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എന്തായിരിക്കും ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീനെ പറ്റി ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? നമ്മൾ ശരിക്കും അത്തരം ആൾക്കാരെ ജീവിതത്തിൽ കണ്ടാണ് വരുന്നത്. അതിപ്പോൾ ചൈൽഡ്ഹുഡിലാണെങ്കിൽ ഇപ്പോൾ പേരൻസ് അങ്ങനെ ഉണ്ടാവും, ഇനി റിലേറ്റീവ്സ് അങ്ങനെ ഉണ്ടാവും, ഇനിയിപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചൈൽഡ്ഹുഡ് മുതൽ നമുക്ക് രൂപപ്പെടുന്ന ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമ്മളിങ്ങനെ വരുന്ന ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരെ കാണും. പക്ഷേ ഈ ഒരു പേര് നാർസിസ്റ്റ്, കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ പറ്റി ഡീറ്റെയിൽഡിങ് ആയിട്ട് ഒരു ഡോക്ടർ സംസാരിക്കുന്ന കേട്ടപ്പോഴാണ് വിചാരിച്ചിട്ടുള്ളത്. പലരും പറയും, ഇങ്ങനത്തെ ആൾക്കാർ ഇതിന് ഈ ഒരു സ്പെസിഫിക് പേര് ഇപ്പോഴാണ് നമ്മൾ കേട്ട് പരിചിതമായിട്ട് വന്നത്. അതിന് മുൻപ് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കും ഇവരുടെ ഒരു പ്രത്യേകത, ഇനിയിപ്പോൾ ഫാമിലി ലൈഫ് ആണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് നാർസിസ്റ്റ് ആയിട്ടുള്ളവർ, വൈഫ് നാർസിസ്റ്റ് ആയിട്ടുള്ളവർ, അങ്ങനെ സിബ്ലിങ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൽ ഈ കോർട്ടിലേക്കൊക്കെ വരുന്ന പല കേസസ്, ഡിവോഴ്സ് കേസസിലൊക്കെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങൾ മൂലമായിരിക്കും വരുന്നത്. ഇവരുടെ ഒരു പ്രോബ്ലം ഇപ്പോൾ മേ ബി ഫാമിലി ലൈഫ് എടുക്കാം. ഫാമിലി ആണെങ്കിൽ ഇപ്പോൾ പേരൻസ്, നമുക്ക് ഓരോ കുട്ടികൾക്കും ഓരോരോ കഴിവുകളായിരിക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ സ്പോർട്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർ ഡാൻസിലായിരിക്കും. പക്ഷേ പേരൻറ്റിങ്ങിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമുക്ക് സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ അക്കാഡമിക് സ്കോറുകളിലൊക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ടും കാണുന്നത്. കാരണം അതാണ് ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത് എന്നൊരു കാര്യം കൊണ്ട് ഇപ്പോൾ നന്നായിട്ട് പടം വരയ്ക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാതെ ഓക്കെ അത് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് സൈഡിൽ കൂടെ പൊക്കോട്ടെ എന്നൊരു രീതിയിൽ, ഇനിയിപ്പോൾ ഡാൻസർ ആണെങ്കിൽ അങ്ങനെ, സ്പോർട്സ് ആണെങ്കിലും ഒരു ഐ തിങ്ക് ഒരു 60% ഓഫ് ആൾക്കാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ബാക്കി 40% മക്കളുടെ ആ ഒരു കഴിവിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പേരൻസിൽ വന്നുള്ള ആദ്യത്തെ ഒരു ലക്ഷണമാണ്. അല്ലെങ്കിൽ അത് ഇപ്പോൾ മക്കളുടെ ഫ്യൂച്ചർ ആലോചിച്ചില്ലേ, നല്ലൊരു ബെറ്റർ ജോബിന്, നല്ലൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് സ്കോർ, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും നമുക്കെല്ലാം ഒരു ഇൻഡിവിജ്വൽസാണ്. ആ ഒരു ഇഷ്ടങ്ങളെ മാനിക്കുക, അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ പിടിച്ചു കെട്ടിയിടുക, ഒന്നിനും സമ്മതിക്കാതിരിക്കുക, ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇങ്ങനെ മതി. അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾക്ക് അതിന് എന്തും ചെയ്യാനൊരു ക്യാപ്പബിലിറ്റി ആക്കുക, അത്രയും ഒരു വിൽ പവർ ആക്കി എടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്കും നമ്മളെ കുറച്ചും കൂടെ പിടിച്ചു കെട്ടിയിടുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു സ്കൂൾ ടൈംസിലൊക്കെ എന്തിനും വിടില്ല, ഒരു കാര്യത്തിനും വിടില്ല, പഠിക്കാനുള്ള അക്കാഡമിക് സ്കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം സമ്മതിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നൊരു സ്കൂളിലേക്ക് ഒരു പ്രോഗ്രാമിനാണെങ്കിൽ എത്രയോ കുട്ടികൾക്ക്, നമ്മുടെ തന്നെ സ്കൂൾ ടൈംസിൽ എത്രയോ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും ഡാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡാൻസ് പ്രോഗ്രാംസ്, സ്പോർട്സ്, അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസിന് പോകാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഈ ടൂറുകൾ ഉണ്ടാവുമല്ലോ ഓരോ ഇയർ കഴിയുമ്പോഴത്തേക്കും. ഇപ്പോൾ 10th അതുപോലെ 7th അങ്ങനെയൊക്കെ ടൂറുകളൊക്കെ, സ്കൂൾ ടൂറുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ അതിനൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ സമയം കൂടെ വീട്ടിൽ ഇരുന്ന് പഠിച്ചോ, അല്ലെങ്കിൽ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളൊരു ഡയലോഗ് എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ ടൂർ പോകാലോ, ഇഷ്ടമുള്ളിടത്ത് പോകാലോ എന്നൊരു ഡയലോഗ് പറയുന്ന അങ്ങനത്തെ പേരൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു നാർസിസ്റ്റിക് പേരൻസിൻ്റെ ലക്ഷണമാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക, അവർക്കൊരു ചോയ്സ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ജീവിതത്തിലൊരു ചോയ്സ് എടുക്കുക, അത് ചിലപ്പോൾ തെറ്റിപ്പോവാം. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ആ ഒരു ചോയ്സ് ചിലപ്പോൾ തെറ്റായിരിക്കാം. അതിൻ്റെ അപ്പുറത്തേക്കും അത് എടുത്ത് ആ ഒരു നമുക്കുണ്ടാവുന്ന ഫോൾട്ടിലേക്ക് കടന്ന് ആ ഒരു ഫോൾട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ ഒരു ലെസൺസ് ആയിരിക്കും ലൈഫിൽ എപ്പോഴും നമ്മളെ ഒന്ന് സ്റ്റേബിളാക്കി നിർത്തുക. പക്ഷെ അങ്ങനെ ഒരു അവസരം പോലും നൽകാതെ എപ്പോഴും ആ ഒരു നാർസിസ്റ്റിക് ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന പേരൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ചൂസ് ചെയ്യാവാതിരിക്കാൻ സമ്മതിക്കുക. നമ്മളെ ഒരു സ്ഥലത്ത് മാത്രം കെട്ടിയിടുന്നതായിരിക്കില്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഇഷ്ടങ്ങളുടെ അപ്പുറത്തേക്കും അവരുടെ ഇഷ്ടം നമ്മളിലേക്ക് ആക്കുക, അല്ലെങ്കിൽ മേ ബി നല്ലതാണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര കോൺഫിഡൻസിലൂടെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. നിനക്കത് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നിനക്കത് കൊള്ളില്ല, നിനക്കത് പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുക.
അവരുടെ ഒരു മോഡ് ഓഫ് റോണിലേക്ക് നമ്മളെ മാറ്റുക. ചിലപ്പോൾ അവർക്ക് ഡാൻസ് ചെയ്യുന്ന ഇഷ്ടാവില്ല, നമ്മളെയും അങ്ങനെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ അവർക്ക് സ്വാട്സിനോട് താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ നമ്മളെ അതേപോലെ പതുക്കെ മാറ്റുക. അപ്പോൾ ഇതും ഒരു നാർസിസ്റ്റിക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു രീതിയാണ്. മറ്റുള്ള നമ്മൾ ഗ്രോ അപ്പ് ആവാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്തിടുന്ന ഫ്രണ്ട്ഷിപ്സ്, അതാണ് ചിലപ്പോൾ അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. മാനിപ്പുലേഷനാണ് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസിൻ്റെ പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്. ഇനി ഫാമിലി ലൈഫിലേക്ക് കിടക്കുകയാണെങ്കിൽ തന്നെ, റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫൊക്കെ ആണെങ്കിൽ പാർട്ട്നേഴ്സിന് ഒരു പ്രധാന കാര്യമാണ് എനിക്കിതിഷ്ടമല്ല, എൻ്റെ ഇഷ്ടങ്ങൾക്ക് എൻ്റെ ഇഷ്ടങ്ങൾ കൂടെ അനുസരിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്കിതിഷ്ടമല്ല അതുകൊണ്ട് നീയും ഇത് ചെയ്യരുത്, അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരിക. എന്നിട്ട് ഒരു കെയറിങ് ഉണ്ടാവും, നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്ത് ഒരു കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പലരും ഇപ്പോഴും ചെയ്യാതിരിക്കുക. ഒരുപാട് കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, ഞാൻ പണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ അതെന്താ ചെയ്യാതെന്നൊരു കാരണം പോലും ഇല്ല. അങ്ങനെ നീ ഇത് ചെയ്യരുതെന്ന് അങ്ങനെ പറയുന്നതല്ല നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുക. നമ്മൾ തന്നെ ചെയ്യില്ല, നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും അവരുടെ ആ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ മൈൻഡ് അവർ പതുക്കെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അപ്പുറത്തേക്കും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക. ഇത് ഫാമിലി ലൈഫിലേക്ക് വരുമ്പോഴേക്കും സന്തോഷം കാണും, എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് അവർ എത്തിച്ചു നൽകും, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും നമ്മളായി ജീവിക്കാതിരിക്കുന്നൊരവസ്ഥ എത്തുമ്പോഴാണ് നമുക്കൊരു മടുപ്പ് തോന്നുന്നത് ചില ബന്ധങ്ങളിൽ. പലരും പല റിലേഷൻഷിപ്പും എന്താണോ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് റീസൺ എന്ന് പറയുമ്പോൾ, നിനക്ക് എന്താ വട്ടാണ്, ഇത്ര നല്ലൊരു മനുഷ്യനെ നീ എന്തിനു ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ ഇത്ര നല്ല പെൺകുട്ടി എന്തിനു ഉപേക്ഷിച്ചത്. നമ്മളായി ഇരിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്നാണ് നമ്മൾ മാറിപ്പോകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ചോയ്സ് ചെയ്യാനും അത് ചിലപ്പോൾ തെറ്റായിരിക്കും. അതിപ്പോൾ ഏത് ബന്ധങ്ങളിലാണെങ്കിലും അത് അവരെ സമ്മതിക്കുക, അല്ലെങ്കിൽ അവർക്കത് ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു സ്പേസ് കൊടുക്കാത്ത എല്ലായിടത്തും ഈ ഒരു നാർസിസ്റ്റിക് ആൾക്കാരുണ്ട്. അവർ ഭയങ്കര മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ അവർ പറഞ്ഞു വെക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്കും നമുക്കൊരു സ്പേസ് തരാതിരിക്കുക, നമ്മളെ ഗ്രോ അപ്പ് ചെയ്യാതിരിക്കുക. ഇതിൻ്റെ അകത്ത് കുറച്ച് ഈഗോയും അങ്ങനെയും കൂടെ മിക്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീരെ നമ്മൾ കുറച്ച് വലുതാവുന്നതോ നല്ലതാവുന്നതോ ഒന്നും അവർ സഹിക്കില്ല. പക്ഷേ ചില നാർസിസ്റ്റിക് ആൾക്കാർ അവർ നാർസിസ്റ്റിക് ആണെന്ന് തിരിച്ചറിയുക പോലുമില്ല. നമ്മൾ അവരോടൊപ്പം നിന്ന് മേ ബി അവരിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അവളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവൻ്റെ മിസ്റ്റേക്ക് അങ്ങനെ വിചാരിച്ച് അവർ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളാണ്. നിങ്ങളതിനെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ലൈഫിൽ ഒരു കാലത്ത് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ഫാമിലിയിലേക്കൊക്കെ കടന്നതിന് ശേഷം ഒട്ടും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ചേഞ്ച് ചെയ്തെടുക്കുക, മൈൻഡ് കുറേ കൂടെ ഫോക്കസ് ചെയ്യുക എയിംസിലും ഡ്രീംസിലും ഒക്കെ. അതുപോലെ ഇങ്ങനത്തെ ആൾക്കാരെ തിരിച്ചറിയുക. ഓക്കെ, ബൈ.